മാറുകൊണ്ട് പൂർണ്ണമായിട്ട് ഇറാനെ തൊലച്ച് കളഞ്ഞു. ഇനി മറ്റൊരു അടി കൂടെ അവർക്ക് കിട്ടുവാണെങ്കിൽ ഇവർ തകർത്തു. എന്താണ് മസൂദ് പെഷഷ്കാൻ അവരുടെ ക്യാബിനറ്റിൽ പറഞ്ഞത്? ഫർദറായിട്ട് എന്തെങ്കിലും അവർ ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ന്യൂക്ലിയർ ആയിട്ടും അതേപോലെയുള്ള ലോങ് റേഞ്ച് വെപ്പൺസും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. മറ്റേതൊന്ന് ബോംബ് ചെയ്യും. അത് ബോംബ് ചെയ്യുമ്പോൾ സാധാരണക്കാരൻ ഉൾപ്പെടെ പട്ടാളം കംപ്ലീറ്റ് ആയിട്ട് ഇസ്ലാമിക് റിപ്പബ്ലിക് ഗാർഡ്സ് IRGC കംപ്ലീറ്റ് ആയിട്ട് വീക്കെൻഡ് ആയിപ്പോയി. അവർക്ക് തിരിച്ചു വരാൻ സമയമെടുക്കും. എന്തിനാണ് ഇതേപോലെ പ്രൊവോക്ക് ചെയ്യുന്ന ഈ വെപ്പൺസ് ഉണ്ടാക്കണം, അതുണ്ടാക്കണം, അതിൽ നിന്ന് മാറാൻ തീരുമാനിക്കുകയാണ്. ഞാൻ ഉദ്ദേശിക്കുന്നത് ഏകദേശം 5-6 മാസം കഴിയുമ്പോൾ ഇവർ അമേരിക്കയുമായിട്ടും മറ്റുള്ള യൂറോപ്യൻ രാജ്യങ്ങളുമായിട്ടും അറബ് രാജ്യങ്ങളുമായിട്ടും ടേംസ് ആൻഡ് കണ്ടീഷനിലോട്ട് വരികയാണ്. കാരണം ആ രാജ്യത്തിന് നിലനിൽക്കാൻ പറ്റത്തില്ല. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, ഡീസാലിനേഷൻ, അതായത് കടലിലെ വെള്ളമെടുത്ത് അതിനെ കുടിവെള്ളമാക്കാനും കർഷക ആവശ്യത്തിന് ഉപയോഗിക്കുന്ന രീതിയിൽ ഏകദേശം 90 പ്ലാന്റുകളുണ്ട് ഇറാനിൽ. അത് വളരെ ഏജ്ഡ് ആണ് ഈ സാധനം. അത് റിപ്പയർ ചെയ്യാൻ പറ്റുന്നില്ല. അതിൻ്റെ പേരിൽ അത് കംപ്ലീറ്റ് മുടങ്ങി കിടക്കുക. ഒരു രാജ്യത്തിൻ്റെ സ്ഥിതി ആലോചിച്ച് നോക്കണം. കാരണം സാങ്ഷൻ. അപ്പോഴാണ് ഈ പറയുന്ന സംഭവം. ഇറാൻ തന്നെ ഈ പത്രക്കാരെ വിളിച്ചിട്ട് അവിടെ ഒരു കോൺഫറൻസ് നടത്തി ടെഹ്റാനിലെ ആൾക്കാരെ വിളിച്ചിട്ട് അവർ പറയുന്നു അവർക്കിനി ഫർദറായിട്ട് പോകാൻ താല്പര്യമില്ല, ന്യൂക്ലിയറുമായിട്ട് പോകാൻ ഫർദർ താല്പര്യമില്ല. ഇന്റർനാഷണൽ മോണിറ്ററി, അതായത് ന്യൂക്ലിയർ കമ്മീഷൻ അവർക്ക് ഇൻസ്പെക്ടേഴ്സിന് വന്ന് ഇൻസ്പെക്ട് ചെയ്യാം.